വിചാരം ഇല്ലാതെ കിടന്നേ അരുളി ഉണർത്ത ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതി സ്തുതി നിനക്ക് എന്നും ചൊല്ലിടുവേ ചുമടൊഴിച്ചു രക്ഷ തന്നവനെ സ്തുതി സ്തുതി നിനക്ക്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 56 സങ്കീർത്തനം 4 വാക്യം. ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ദാവീദ് വലിയ അപകടത്തിൻ്റെ മധ്യത്തിലായിരുന്നപ്പോഴും ചുറ്റും ശത്രുക്കൾ വളഞ്ഞപ്പോഴും അവൻ സാഹചര്യത്തെ നോക്കി ഭയപ്പെട്ടില്ല, ദൈവത്തിൽ ആശ്രയിച്ചു. നമ്മുടെ ജീവിതത്തിലും രോഗവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുടുംബ പ്രശ്നങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും കടന്നു വരാം. എന്നാൽ നമ്മുടെ സാഹചര്യം മാറുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആശ്രയങ്ങൾ മാറ്റണം. ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ധൈര്യം നൽകുന്നത്. ഭയപ്പെടുമ്പോൾ മനുഷ്യരുടെ വാക്കുകളേക്കാൾ ദൈവത്തിൻ്റെ വചനം കേൾക്കണം. മനുഷ്യൻ്റെ വാക്കുകൾ ഭയം വർദ്ധിപ്പിച്ചേക്കാം, എന്നാൽ ദൈവത്തിൻ്റെ വചനം വിശ്വാസം വളർത്തും. ഞാൻ ഭയപ്പെടുകയില്ല എന്നാണ് ദാവീദ് പറയുന്നത്. ഒരിക്കലും ഭയം തോന്നിയില്ല എന്നല്ല, ഭയത്തേക്കാളും വലിയവരാണ് തൻ്റെ ദൈവം എന്ന വിശ്വാസമാണ് അവനുണ്ടായിരുന്നത്. പ്രതിസന്ധികളിൽ നാം പറയേണ്ടത് എനിക്ക് പ്രശ്നമുണ്ട്, എന്നാൽ എൻ്റെ ദൈവം പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ് എന്നാണ്. മനുഷ്യന് ചെയ്യുവാൻ കഴിയാത്തത് ദൈവത്തിന് കഴിയും. മനുഷ്യർക്ക് നമ്മുടെ ശരീരത്തെ ബാധിക്കാം, സാഹചര്യങ്ങളെ മാറ്റാം, നമ്മെ എതിർക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അന്തിമ അധികാരം ദൈവത്തിനാണ്. അതുകൊണ്ട് നമുക്ക് ഉറച്ച് പറയാം, എൻ്റെ ഭാവി ദൈവത്തിൻ്റെ കൈകളിലാണ്. അതിനാൽ ഞാൻ ഭയപ്പെടേണ്ടതില്ല. പ്രിയരെ, ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ നോക്കിയാൽ നാം തളർന്നു പോകും. എന്നാൽ നമ്മുടെ നോട്ടം ദൈവത്തിങ്കിലായിരിക്കണം. പ്രതിസന്ധികളെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് സാധ്യമായിത്തീരും. ദാവീദിനെ പോലെ നമുക്കും പറയാം, ദൈവത്തിൽ പൂർണ്ണമായി ഞാൻ ആശ്രയിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. നമ്മുടെ പ്രശ്നം എത്ര വലുതായാലും നമ്മുടെ ദൈവം അതിലും വലിയവനാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രതിസന്ധികളെ നോക്കി ഭയപ്പെടാതെ നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.